കേരളത്തെ രക്ഷിച്ച ഗുരുവായൂരപ്പന്റെ കഥ അറിയാമോ? 1943 തിരുവിതാംകൂർ വിനാശകരമായ ഒരു ക്ഷാമം നേരിട്ടു. ക്രമരഹിതമായ കാലവർഷം മൂലമുണ്ടായ വിളനാശം ലോകമഹായുദ്ധ സമയത്ത് ഭരണാധികാരികളുടെ ഫലപ്രദമല്ലാത്ത ദുരിതാശ്വാസ നടപടികളും ഇത് വ്യാപകമായ പട്ടിണി, രോഗം, മരണം എന്നിവയിലേക്ക് നയിച്ചു. ഈ പ്രതിസന്ധിയിൽ ഏകദേശം 1.5% പേർ മരിച്ചു എന്നാണ് കണക്ക്. ഈ നിരാശയ്ക്കിടയിൽ ഗുരുവായൂരിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രം പ്രത്യാശയുടെ ഒരു ദീപമായി മാറി. ആശ്വാസത്തിനായി കൊതിച്ച ഭക്തർ വിശ്വാസത്തോടെ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് തിരിഞ്ഞു. എന്നാൽ താമസിക്കാതെ ക്ഷേത്രക്കുളപ്പുരയിൽ ധാന്യങ്ങൾ അവശേഷിച്ചിട്ടില്ല. എല്ലാം കാലിയായി. എല്ലാവരും പങ്കെടുത്താൽ മുടിക്ക് ആ വൈകുന്നേരം മേൽശാന്തി ശ്രീകോവിലിൽ സമീപം നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഗുരുവായൂരപ്പ, ദ്രൗപദിയുടെ കുടുംബത്തിൽ അക്ഷയപാത്രത്തിൽ നിന്നുള്ള അനന്തമായ ഭക്ഷണം, എല്ലാ ജീവജാലങ്ങളുടെയും സംരക്ഷകനാണ് നീ. അവിടുത്തെ പോലും ഈ മതിലുകൾക്ക് പുറത്ത് പട്ടിണി കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ അവിടത്തേക്ക് എന്തെങ്കിലും നൽകും? വേദനിച്ച ഹൃദയത്തോടെ മേൽശാന്തി ക്ഷേത്രവും പൂട്ടിയിറങ്ങി. നേരം പുലർന്നപ്പോൾ വിചിത്രമായി എന്തോ സംഭവിച്ചിരുന്നു. രാത്രിയിൽ ആരോ അകത്തു കടന്നതുപോലെ കളപ്പുരയുടെ വാതിലുകൾ അകത്തുനിന്നും പൂട്ടിയിരിക്കുന്നു. മേൽശാന്തിമാർ വാതിലുകൾ ബലമായി തുറന്നപ്പോൾ അവർ ഞെട്ടിപ്പോയി. കളപ്പുരയിൽ അരിയും ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ക്ഷേത്രമുടൻ തന്നെ നിറഞ്ഞു. വാർത്ത കാട്ടുതീ പോലെ ഗുരുവായൂരപ്പൻ തന്നെ കളപ്പുരം നിറച്ചിരിക്കുന്നു. ഭഗവാൻ കുട്ടികളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അന്നുമുതൽ ക്ഷേത്രത്തിൽ ഒരു പാരമ്പര്യം ആരംഭിച്ചു. ഗുരുവായൂരിൽ വരുന്ന ഒരു ഭക്തനും ഒരിക്കലും വിശന്നു പോകില്ല. ഇന്നും ഭഗവാന്റെ കാരുണ്യത്തിന്റെ ഓർമ്മക്കായി ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം എന്ന പേരിൽ ക്ഷേത്രത്തിൽ ദിവസവും നൽകുന്നു.